അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇത് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ സാധാരണക്കാരന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. എൻ്റെ പേര് യൂൻസ്, സ്ഥലം പഠിക്കൽ. പിന്നെ ഈ സാധാരണക്കാരന് പറഞ്ഞാൽ പേവിഷയേറ്റ അല്ലെങ്കിൽ പട്ടിയുടെ കടിയേറ്റ പ്രദേശത്തോ അല്ലെങ്കിൽ അങ്ങനെ പട്ടിയുടെ കടിയേറ്റ ആൾക്കാരോ നിയമപരമായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു പേപ്പർ, വെള്ള പേപ്പർ എടുക്കുക. ഈ വെള്ള പേപ്പറിൽ ഇതുപോലെ എന്ത് ചെയ്യുക, ഒപ്പ് ശേഖരണം നടത്തുക. ഒപ്പ് ശേഖരണം നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മളെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്, അതേമാതിരി അവിടുത്തെ ഓരോരുത്തർക്ക് ഇതിൻ്റെ ഓരോ കോപ്പി എടുക്കുക. പക്ഷെ അതിന് വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇതിന് പഞ്ചായത്തിന് ഫുള്ള് അധികാരം നമ്മളെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ കൊടുത്തിട്ടില്ല. ഇത് പഞ്ചായത്തിന് ഫുള്ള് പവർ കൊടുക്കണം. ഈ പണ്ടൊക്കെ പറഞ്ഞാൽ പഞ്ചായത്തിന് അതിന് ഫുള്ള് പവർ. ഇത് പറഞ്ഞാൽ ഓൺലൈനിലാണ്. അത് പറഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ നമ്മൾ അക്ഷയയിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധാരണക്കാരന് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇതേമാതിരി ഒരു അപേക്ഷ ഓരോരുത്തർക്ക് കൊടുക്കുക. ഇത് പറഞ്ഞാൽ ഇത് ഞാൻ കൊടുത്തത് പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതേമാതിരി തന്നെ നമ്മളെ അവിടുത്തെ വില്ലേജ്, അതേമാതിരി അല്ലെങ്കിൽ നമ്മളെ എവിടെ അവരവൻ്റെ ഓരോ താലൂക്ക്, അതേമാതിരി ജില്ല, ഡിസ്ട്രിക്ട് കളക്ടർ, അതേമാതിരി ഓരോരുത്തർക്ക് തഹസിൽദാർ, അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാ പഞ്ചായത്തുകൾക്കും സർക്കാർ ഒരു കാര്യം ചെയ്യണം. അവർക്കുള്ള പവർ ഈ പഞ്ചായത്തുകൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് പഞ്ചായത്ത് പോയിട്ട് പറയാൻ വയ്യ, ഒരു സംഗതി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിലപാട്. ഒരു മെമ്പറോട് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ഓരോ നിയമങ്ങളും ഇതൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളെ അതുപോലെ തന്നെ ഞങ്ങളെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളെ സ്വത്ത്, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് എന്ത് ജീവിക്കാൻ ഇവിടെ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സാധാരണ എല്ലാവരും പേപ്പറിൽ വരുന്നുണ്ട്, ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്, എല്ലാവരും അറിയേണ്ടവരൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാ ആൾക്കാരും, നമ്മളെ കേരളത്തിൽ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ഈ മുനിസിപ്പാലിറ്റി കൊടുക്കണം. അതേമാതിരി തന്നെ എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനുള്ള ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് അത് സർക്കാരിന് അറിയുക. അപ്പോൾ സർക്കാർ എന്ത് കേന്ദ്രത്തിനെ അറിയിക്കും. കേന്ദ്രത്തിനെ അറിയിക്കുമ്പോൾ കോടതി ഇടപെടും. ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ പ്രയാസമാണ്, കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഇനിയിപ്പോൾ അതുമല്ല, ഇനിയിപ്പോൾ ഒരു മാസമായി കഴിഞ്ഞാൽക്കാണെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി സ്കൂളിലേക്ക് പോകണേ, തിരിച്ചു വരുന്നുള്ള ഒരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് സർക്കാർ ഇതിന് ഒരു നടപടി എന്തെങ്കിലും കാണണം. അതേമാതിരി വാക്സിൻ എടുത്തിട്ട് തന്നെ ഇപ്പോൾ കുട്ടികളിപ്പോൾ ഇത്രയും വാക്സിൻ എടുത്തു. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ വാദം പറയുന്നത് ഇവിടെ മാന്തി കൊണ്ടാണ്. ഈ കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഈ വാക്സിൻ്റെ നിലവാരം എത്ര ഉണ്ട് എന്നും കൂടിയും അത് ഞങ്ങൾക്ക് സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു ഇതുണ്ട്. എത്രത്തോളം അതിന് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇത് ഇത്രയും കുട്ടികൾ മരിക്കുമ്പോൾ ഇനി നമ്മളെ കുട്ടികൾക്ക് അതിൽ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാണ്. എന്താ വെച്ചാൽ എത്രയും ആൾക്കാർ പേവിച്ച് ഏറ്റുകൊണ്ട് മരിച്ചിരിക്കണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞമ്മക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ഭയം ഞങ്ങൾക്കും സാധാരണക്കാരനയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളെ എത്തിക്കുക. ഇതിനുള്ള എല്ലാ ഇതും ഉള്ള നമ്മളെ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികളെ എല്ലാം ഇതിനുള്ള മുന്നോട്ട് വന്ന് ഇതിനുള്ള എല്ലാ സംഗതികളും ഗവൺമെൻറ്റിനെ അറിയിക്കുക. അത്രയാണ്. നമസ്കാരം.